പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചാനലിൽ ഒരുപാട് മാസങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ പ്രധാന കാരണമെന്ന് പറയുന്നത്, വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു 2 മാസം നമ്മൾ ആദ്യം പെൻഡിങ് എടുത്തത് നമ്മുടെ മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് നല്ല ക്ലിനിക്കുകളാണെങ്കിൽ ഉറപ്പായിട്ട്, ഞാൻ ആദ്യം തന്നെ പറയാം, നല്ല ക്ലിനിക്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോയി ഒരു പേടിയില്ലാതെ ചെയ്യാം. മരണപ്പെടുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമെന്നോ ഒന്നും പേടിക്കണ്ട. ഞാനും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഇന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ 2 മാസം ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തതിന് ശേഷം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഡോക്ടർ പറഞ്ഞു വെയിലടിച്ച് പോകരുത്, അപ്പം ഇങ്ങനെ വെയിലടിച്ച് പോകാൻ പാടില്ല, തലയിൽ പൊടിയൊന്നും അടിക്കാൻ പാടില്ല, അങ്ങനെ പൊടികളൊക്കെ അടിക്കുകയാണെങ്കിൽ ഇൻഫെക്ഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് തന്നെ ഞാൻ ഏകദേശം ഒരു 2-2.5 മാസത്തോളം കെയറിങ് ആയിരുന്നു. അങ്ങനെ കെയറിങ് ഒക്കെ ചെയ്ത് അങ്ങനെ വീട്ടിൽ പോസ്റ്റ് അടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ ക്യാമറ മിസ്സാവുന്നത്. അപ്പോൾ ക്യാമറ മിസ്സായപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ വീഡിയോസ് എടുത്ത് മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. നമ്മൾ കൂടുതലും വനത്തിനുള്ളിലൂടെയുള്ള യാത്രകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലൊരു ക്യാമറ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് എടുക്കുമ്പോൾ അത്രയ്ക്കൊരു സ്റ്റെബിലിറ്റി വരുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ വൈഡ് ആംഗിളും അങ്ങനെ നമുക്ക് പറ്റുന്ന ഷോട്ടുകൾ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി. പിന്നെ എന്നാലും മാക്സിമം ചാനലിൻ്റെ റീച്ച് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ പിന്നെയും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. പക്ഷേ പിന്നെയും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ വീഡിയോസ് ഇടാതെ കുറേ നാളായപ്പോൾ തന്നെ ചാനലിൻ്റെ റീച്ചൊക്കെ പോയി. ആദ്യം നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് തന്നെ നമ്മളെ വീഡിയോസ് എത്തത്തില്ല. നമ്മൾ 1 മാസമൊന്നും വേണ്ട, ഒരാഴ്ച നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ഡേറ്റ് ചെയ്തിരുന്നാൽ മതി, നമ്മുടെ റീച്ച് മൊത്തം പോകും, നമ്മളെ യൂട്യൂബ് അങ്ങ് ഡൗൺ ആക്കും. അപ്പോൾ അത് മൊത്തത്തിൽ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം അങ്ങനെയാണ്. റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂവേഷൻ കിട്ടുന്നത്, നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതും. അതുപോലെ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ഒക്കെ ആയാലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇതൊന്നുമല്ല, നമ്മൾ അങ്ങനെ ഒരുപാട് നാൾ ആഗ്രഹിച്ചൊരു കാര്യം അങ്ങനെ ഇന്ന് സാധ്യമാക്കിയിട്ടുണ്ട്. വേറൊന്നുമില്ല, നമ്മളങ്ങനെ ഒരു ക്യാമറ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് എനിക്കൊരു ക്യാമറ വേണമെന്നുള്ളത്. അങ്ങനെ നല്ലൊരു ഫണ്ട് മുടക്കിയിട്ട് തന്നെ നമ്മൾ പുതിയൊരു ക്യാമറ എടുത്തിരിക്കുകയാണ്. ഗോപ്രോയുടെ 13 എടുത്തിട്ടുള്ളത്, ഹീറോ 13 ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്യാമറയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എടുത്തത്, എത്ര രൂപയായിട്ടുണ്ട് ഈ ഒരു ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട്, ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്യാമറ എടുത്തത്, പിന്നെ അതുമല്ല യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാമറ എടുത്തത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഭയങ്കര മഴയാണ്, നമ്മുടെ നാട്ടിലും മഴയാണ്, കേരളത്തിലൊട്ടാകെ മഴയാണ്. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക, അതോടൊപ്പം നമ്മളെ വീഡിയോസും കൂടെ കണ്ട് ഹെൽപ്പ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളങ്ങനെ എടുത്ത ക്യാമറയുടെ ഡീറ്റെയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ക്യാമറ, ഹീറോ 13 ആണ്. സംഭവത്തിൻ്റെ വിലയെന്ന് പറയുന്നത് 48,000 രൂപയാണ് ഈ ഒരു ക്യാമറയുടെ വിലയെന്ന് പറയുന്നത്. പിന്നെ ഇതിന് നമ്മുടെ മറ്റ് ഗോപ്രോകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഹൈപ്പർ സ്മൂത്ത്, ഹൈപ്പർ വ്യൂ ഉണ്ട്, സൂപ്പർ വ്യൂ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വൈഡുണ്ട്, പിന്നെ ലൈനിയർ, അങ്ങനെ എല്ലാത്തിലും അത്യാവശ്യം നല്ല പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ ഒരു ക്യാമറ സ്വന്തമാക്കണമെന്നുള്ളത്, അതും സ്വന്തമായിട്ട് കയ്യിലൊരു ക്യാമറ വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു ക്യാമറ എടുക്കാൻ പോയതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാവാസ്, നമ്മുടെ പഴവങ്ങാടിയിലുള്ള ബാവാസിലാണ് നമ്മൾ പോയത് കേട്ടോ, ഈ ഒരു ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു 38,000 ഓഫറുണ്ട്, 48,000-നും ക്യാമറ ഉണ്ട്. അപ്പോൾ കോംബോ ആണെങ്കിൽ 50,000 രൂപ അടുപ്പിച്ചാകും. കോംബോ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കൊരു സ്റ്റിക്ക് കിട്ടും, പിന്നെ മെമ്മറി കാർഡ്, പിന്നെ ഒരു ബാറ്ററി, അഡീഷണൽ ബാറ്ററിയൊക്കെ കിട്ടും. പിന്നെ മറ്റുള്ള ഗോപ്രോകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ഗോപ്രോ ആണ് ഇപ്പോഴിറങ്ങിയിട്ടുള്ള ഹീറോ 13 എന്ന് പറയുന്നത്. അപ്പോൾ ഇതതിൻ്റെ കൂടാണ്. ഇപ്പോൾ 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്. അപ്പോൾ വാറൻറ്റിയൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വാറൻറ്റിയൊക്കെ ഇത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഇതിൻ്റെ വാറൻറ്റി ഉറപ്പായിട്ടും മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ വാറൻറ്റി ചെയ്തിടണം. ഓൺലൈനിൽ തന്നെ നമ്മൾ ഗൂഗിൾ ലെൻസിനകത്ത് ഇതിൻ്റെ ഒരു സ്കാനർ എടുത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ നമ്മുടെ വാറൻറ്റിക്ക് വേണ്ടി നമ്മൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്തിടണം. കൂടുതൽ സമയം താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. 1 വർഷം ഇന്ത്യൻ കസ്റ്റമേഴ്സിനാണ് ഇതുള്ളത്, അതായത് 24 മന്ത് വാറൻറ്റി. 24 മന്ത് വാറൻറ്റിയിൽ 1 വർഷം ഇൻ്റർനാഷണൽ വാറൻറ്റി ഉണ്ട്. അതായത് 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ
മാക്സിമം ഗോപ്രോ മാറ്റി തരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ ഗോപ്രോ കൊണ്ട് നമ്മുടെ ഗോപ്രോയുടെ നമ്മൾ മേടിച്ച ആ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവർ തന്നെ ഇതിൻ്റെ ഇൻ്റർനാഷണലായിട്ട് അയക്കുന്ന കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കും. നമുക്ക് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ റീപ്ലേസ് തന്നെ ചെയ്തു തരാനായിട്ടുള്ള സെറ്റപ്പ് എല്ലാം അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമ്മൾ നേരെ ഇനി ഗോപ്രോ ഹീറോ 13ൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗോപ്രോ ഹീറോ 13 കണ്ടാൽ നമ്മൾ കാണിച്ച ആ ഒരു കൂട് കഴിഞ്ഞാൽ, ആ ഒരു കവർ കഴിഞ്ഞാൽ ഗോപ്രോ പിന്നെ ഇരിക്കുന്നത് ഈ കാണുന്ന കവറിനകത്താണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ വേറെ ആരും ഇല്ല ക്യാമറ പിടിക്കാനായിട്ട്, അപ്പോൾ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ കുറേ ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെയാണ്, പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോപ്രോൻ്റെ പേപ്പറുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ബുക്ക്ലെറ്റുകൾ. പിന്നെ ഇതിൻ്റെ വാറണ്ടി പേപ്പറും ഒക്കെ ഇതിനകത്തുണ്ട്. അതിവിടെ നമുക്കൊരു കേസിനകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റും. അത് ഇവിടെ ഒരു കേസിനകത്താണ് അതിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗോപ്രോ ഹീറോ 10 വരെ 10, 11 വരെയൊക്കെ ഏകദേശം ഒരേ ബാറ്ററികളാണ്. പക്ഷേ 12 മുതൽ ബാറ്ററി മാറിയിട്ടുണ്ട്. ഇപ്പം ഗോപ്രോൻ്റെ ഒരു ബാറ്ററിയാണ് 1700 mAh ഒക്കെ വരത്തുള്ളൂ, ചെറിയൊരു ബാറ്ററിയാണ്. അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ കോംബോ എടുത്തതുകൊണ്ട് തന്നെ ഈ ഒരെണ്ണം നമുക്ക് ഗോപ്രോയുടെ അവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇതിനകത്ത് തന്നെ ഇരിക്കുന്നതാണ്, കോംബോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് ഒരു ഡാറ്റ കേബിൾ കിട്ടിയിട്ടുണ്ടേ. ഇതാ ഈ കാണുന്ന ഒരു ഡാറ്റ കേബിൾ, ഇത് ഗോപ്രോയുടെ ഒറിജിനൽ കേബിളാണ്. അപ്പോൾ ഇത് C-C ആണ് കേട്ടോ. ഇവിടെയും C ആണ്, ഇവിടെയും C ആണ്. അപ്പം പഴയതിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് വലിയ നമ്മുടെ ചാർജറിൽ കുത്താൻ പറ്റുന്നതും വലിയ നമ്മുടെ ഡാറ്റ കേബിൾ കുത്താൻ പറ്റുന്നതും ഒരു സൈഡിൽ C പോർട്ട് വരുന്നത്. ഇപ്പോൾ സാംസങ്ങിൻ്റെയൊക്കെ ചാർജർ പോലത്തെയാണ്, രണ്ട് സൈഡും C ആണ്. എന്നാലും നമുക്ക് നോർമൽ ചാർജർ വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതിനകത്ത് കിട്ടിയതെന്ന് പറയുന്നത് ഇതാണ്ട ഹെൽമെറ്റിൻ്റെ മൗണ്ടാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെൽമെറ്റിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് അവിടെ ഈ ഒരു ഗ്യാപ്പിനകത്തേക്ക് നമ്മുടെ ഗോപ്രോയുടെ ഇത് ഒട്ടിച്ച് വയ്ക്കുക. ഇത് ഗോപ്രോയുടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റും, എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അതെന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ എടുത്ത് കാണിക്കാൻ പോകുന്നതാണ് ഗോപ്രോ. ഗോപ്രോനെ കുറിച്ചൊന്നും പറയണ്ട, വിഷയമാണ് സാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ. ഇത്രയും കുഞ്ഞ സാധനമാണ്, ഏകദേശം ഒരു 38,000 രൂപയ്ക്ക് പുറത്താണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഗോപ്രോ. ഞാൻ ഓണായി കാണിച്ചു തരാം. ഓക്കെ, സംഭവം ഓണായിട്ടുണ്ട്. ഓണായിട്ട് ഇതിനകത്തൂടെ കാണുന്നതാണ് ഇതിനകത്തുള്ള വിഷ്വൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ട കുറേ വിഷ്വൽസൊക്കെ ഉണ്ട് കണ്ടോ. അത്യാവശ്യം ക്ലാരിറ്റി വരുന്നുണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്തൂടെ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മളെടുത്ത വീഡിയോസ് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കാണിച്ചേക്കാം. വീഡിയോയ്ക്ക് അവസാനം നമ്മൾ കുറച്ച് കാട്ടിനുള്ളിലൂടെ പോകുന്ന വിഷ്വൽസൊക്കെ നമ്മൾ കൊടുത്തേക്കാം. ഇത് ഹൈപ്പർ വ്യൂ ഉണ്ട്. പിന്നെ കുറേ ഇതിനകത്ത് പുതിയ കുറേ മാറ്റങ്ങൾ എന്തായാലും ഗോപ്രോയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലായിട്ട് ഗോപ്രോയ്ക്കുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിലവിലുണ്ട്. അത് ഗോപ്രോയ്ക്ക് മിക്ക ക്യാമറയ്ക്കും വരുന്നതാണ്. ഹീറ്റിങ് ഇതിനകത്തുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റുള്ള ഗോപ്രോയിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കിതാ ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എടുക്കാൻ കണ്ട വളരെ സ്പീഡാണ് കണ്ട. നീങ്ങി നമുക്ക് ടച്ച് ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ നഖം യൂസ് ചെയ്യാതെ നമുക്കിതാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാം. അപ്പോൾ പ്രൊസസ്സറിൽ നല്ല മാറ്റങ്ങൾ ഗോപ്രോ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 9 ആണ്, പക്ഷേ ഞാൻ നോക്കിയതിൽ 13 ഇറങ്ങിയിട്ടും ഞാൻ പറയുകയാണ് 9ൻ്റെ അത്ര വീഡിയോ ക്വാളിറ്റി വരുന്നൊരു ഗോപ്രോ ഇതുവരെയും ഗോപ്രോ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര സത്യം. ഹീറോ 9 ബ്ലാക്ക് കേട്ടോ. ഹീറോ 9 ബ്ലാക്കിൻ്റെ വീഡിയോ ക്വാളിറ്റിക്ക് അത്രയൊന്നും ഇതിൽ വരുന്നില്ല. എന്നാലും 11ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്ററാണ്. 11ഉം 12ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്ററാണ്. പിന്നെ നോർമലായിട്ടുള്ള സ്റ്റെബിലിറ്റി അത് ഗോപ്രോയ്ക്ക് കിട്ടുന്നതാണ്. അത് നമ്മളെ എങ്ങനെ തരത്തിലുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ഗോപ്രോയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് ഗോപ്രോനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഇവിടെ പഴയതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സൈഡിലൂടെ നമുക്ക് നമ്മുടെ മുഖം തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഈ സൈഡിൽ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഞാനിത് മാക്സിമം ഇത് ഓഫ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു ലെൻസാണിത്. ഞാൻ പിന്നെ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടി ടെമ്പേഡ് ഒട്ടിച്ചില്ല, അതുകൊണ്ടൊരു കവറ് മേടിച്ചിട്ടിരിക്കുകയാണ്. ഒരു സാധാ ഇത് സ്റ്റിക്കർ കിട്ടുന്നത് ഞാൻ മുമ്പ് ക്യാമറയിൽ ഒട്ടിക്കാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ ഡിസ്പ്ലേ ഒക്കെ ഏകദേശം ഓക്കെയാണ്. ബാറ്ററിയിൽ മാത്രമാണ്
GoPro പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അടുത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വലിയ DSLR ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ ലെൻസുകൾ, പല മോഡൽ ലെൻസുകൾ, അതിൻ്റെ കറക്റ്റ് അതിൻ്റെ അതിൻ്റെ വീതിയൊക്കെ അനുസരിച്ചുള്ള ലെൻസുകൾ, ഇത്ര ലെൻസുകളൊക്കെ മേടിക്കാൻ കിട്ടും. ആ ലെൻസുകൾ നമുക്കതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മറ്റേ ലെൻസ് ഊരി മാറ്റിയിട്ട് നമുക്ക് പുതിയ ലെൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലൊരു ഫീച്ചർ GoProയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലെൻസ് ഉണ്ട്, ഇത് ഇങ്ങനെ നമുക്ക് ഊരി മാറ്റാൻ പറ്റും. ഊരി മാറ്റിയിട്ട് നമുക്ക് വൈഡ് അങ്ങനെ ഒരുപാട് ലെൻസുകളുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ലെൻസുകളാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, ND ഫിൽറ്റേഴ്സ്, അൾട്രാ വൈഡ്, പിന്നെ മാക്രോ, അനമോർഫിക്, അങ്ങനെ 4 തരത്തിലുള്ള ലെൻസ് നമുക്കിവിടെ നിന്ന് പുതിയതായിട്ട് നമുക്കിതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഊരി മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ ലെൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ അത് ഈ ലെൻസ് നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടത്തില്ല. അത് നമ്മൾ അവിടെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു നമ്മൾ കോംബോ എടുത്താലും കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ അഡീഷണൽ മേടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് അത് മേടിക്കേണ്ട ഫണ്ടില്ലായിരുന്നു. മാക്സിമം നമുക്ക് ഇത് തന്നെ ഒന്ന് മേടിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇത് ടെമ്പേഡ് ഒട്ടിച്ചിട്ടില്ല, ടെമ്പേഡ് ഒട്ടിക്കാത്തതാണ്. അപ്പോൾ ടെമ്പേഡ് ഒട്ടിക്കാത്തത് കൊണ്ട് തന്നെ സ്ക്രീനിന് ഇതൊക്കെ വരും. പിന്നെ വേറെ 64 GB മെമ്മറിയാണ് നിലവിൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 128 മെമ്മറി കാർഡ് വേണം. അപ്പോൾ അതിനിപ്പോൾ ഇപ്പോഴൊന്നും നടക്കത്തില്ല. എപ്പോഴെങ്കിലും ഞാൻ ഒക്കുമ്പോൾ ഞാൻ മേടിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്കതൊന്നും പറ്റത്തില്ല. 128 മെമ്മറിയൊക്കെ മേടിക്കണമെങ്കിൽ. മറ്റേ സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ അതാണ് GoPro ഉപയോഗിക്കാൻ പറയുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രീം ഉപയോഗിക്കുകയാണെങ്കിൽ വേറെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു മെമ്മറി കാർഡ് തന്നെയാണ് നമുക്ക് 64 GB GoPro റെക്കമെൻഡ് ചെയ്തതും ഇതിനകത്ത് ഇട്ടിരിക്കുന്നതും 64 GB മെമ്മറി കാർഡാണ്. അപ്പം കൂടിയ വിഷ്വൽസൊക്കെ നമ്മൾ എടുക്കുമ്പം നമ്മുടെ GoPro അറിയാമല്ലോ, പെട്ടെന്ന് കയറി ഫുള്ളാകും മെമ്മറി. നമ്മൾ 5Kയിലൊക്കെ എടുക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് സൈസ് കൂടുതലായിരിക്കും. 64 GB ഒക്കെ ഫുള്ളാവാൻ പെട്ടെന്ന് തന്നെ ഫുള്ളാവും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 9 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് എന്താണ് പറയേണ്ടത്, ഹാങ്ങും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വീഡിയോ ക്വാളിറ്റിക്ക് ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്ത് നിങ്ങളടുത്ത് പറയുന്നത് മാക്സിമം 9 തന്നെയാണ് കേട്ടോ. വീഡിയോ ക്വാളിറ്റിക്ക് ഏറ്റവും ബെറ്റർ 9 തന്നെയാണ്. 9 ലെവലിലായി, ഹീറോ 9 ലെവലിലായി ഒരു GoPro ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഹീറോ 9 എടുക്കുന്ന വീഡിയോ ക്വാളിറ്റി അതനുസരിച്ച് തന്നെ അതിൽ നമ്മുടെ MB കൂടി വരും. ഇത് 1 മിനിറ്റുള്ള 4K വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല സൈസായിരിക്കും വീഡിയോയ്ക്ക്. 2 GB അടുപ്പിച്ചോളം വരും. പക്ഷേ ഇതിനകത്തൊക്കെ എടുക്കുമ്പോൾ 1000-നകത്തേ വരുള്ളൂ. അപ്പം അതനുസരിച്ച് ക്ലാരിറ്റി കുറവാണ്. പക്ഷേ 9 ഞാൻ ഇപ്പോഴും പറയുകയാണ്, 9 ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് എന്നാലും 9-ൻ്റെയൊക്കെ 11 വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ ബെറ്ററാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹീറോ 13 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. കണ്ടോ സംഭവം, ക്യാമറ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മാക്സിമം ഇത് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് വലിയൊരു സത്യം. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ക്യാമറ കയ്യിലുള്ളപ്പം അത് നമ്മൾ മാക്സിമം നമ്മൾ തന്നെ സൂക്ഷിച്ച് വയ്ക്കണം. നമ്മുടെ കൈ എവിടെയും പോവാതെ അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. അങ്ങനെ ഞാൻ മാക്സിമം സംഭവം പോകാൻ നോക്കുന്നുണ്ട്. പിന്നെ ടെമ്പേഡ് ഒട്ടിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ GoPro മേടിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവരും വിചാരിക്കും. ചിലപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ GoPro ഞാൻ മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബാക്കി ഞാൻ സ്റ്റോറി ഇടുന്നതിനെക്കാട്ടിലും നല്ലൊരു വ്യൂ ആണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ളത്. 1700 ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മുമ്പ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത്യാവശ്യം റെക്കമെൻഡേഷനും റീച്ചൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ളവരൊക്കെ വന്ന് മെസ്സേജ് അയച്ചു, വീഡിയോസ് കാണൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ മാക്സിമം ഞാനിപ്പം കുറച്ച് ഇങ്ങനെ ബാക്കിലോട്ട് നിർത്തുകയാണ് ഇൻസ്റ്റാഗ്രാമിന്. മാക്സിമം യൂട്യൂബ് ഒന്ന് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. വേറൊന്നുമല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നമുക്കത് ഗുണമാണ്, റീച്ചുമാണ്. ഇൻസ്റ്റാഗ്രാം കാരണമാണ് നമുക്ക് റീച്ചായതും. പക്ഷേ എന്തോ നമുക്ക് ഇൻസ്റ്റാഗ്രാമും എല്ലാം കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. മാക്സിമം യൂട്യൂബിൽ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരാഗ്രഹം. പിന്നെ ഫേസ്ബുക്ക്, നിലവിൽ റവന്യൂ തരുന്നത് യൂട്യൂബും ഫേസ്ബുക്കും മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് നമുക്ക് പ്രൊമോഷൻ അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് സാധാ ട്രാവൽ പോലത്തെ കണ്ടൻറ്റുകളാണ്. അപ്പം നമുക്ക് അങ്ങനെ പ്രൊമോഷൻ അങ്ങനെയൊക്കെ നമ്മൾ റീച്ചായി വന്നാൽ തന്നെ നമുക്ക് പ്രൊമോഷനൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടൂലെന്നല്ല, വീഡിയോസ് ഇടും. മാക്സിമം നല്ല സ്ഥലങ്ങളിലൊക്കെ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഉറപ്പായിട്ടും വീഡിയോസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് കാര്യമൊക്കെ ഒന്നും എടുക്കണ്ട. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർക്ക് ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ചലഞ്ചുകളും ഫുഡ് കണ്ടൻറ്റുകളും പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെങ്കിൽ മാത്രമേ ആൾക്കാർ ഫോളോയും സപ്പോർട്ടൊക്കെ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ ആൾക്കാർക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ ഏതെങ്കിലും സ്പോൺസർഷിപ്പോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഇപ്പം എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 500 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇടുന്നവർക്കാണ് ഇപ്പോൾ ആൾക്കാർ കയറി പെട്ടെന്ന് ഫോളോ ചെയ്ത് വയ്ക്കും. അപ്പം
അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ഒരു ഇതിൽ എല്ലാവരും കയറി ഫോളോ ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ റീച്ച് ആവുന്നത്. ബാക്കി ട്രാവൽ കണ്ടൻറ്റുകളൊക്കെ എന്നാലും ഉണ്ട്. എന്നാലും മറ്റ് കണ്ടൻറ്റുകൾ റീച്ച് ആവുന്നത് പോലെയും മറ്റ് കണ്ടൻറ്റ് ഇടുന്നവർക്ക് ഫോളോവേഴ്സ് കയറുന്നത് പോലെയൊന്നും ട്രാവൽ കണ്ടൻറ്റുകൾക്ക് ഇടുന്നവർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ഇതൊന്നും കയറുന്നില്ല. പിന്നെ ലൈഫ് സ്റ്റൈൽ കണ്ടൻറ്റൊക്കെ ഇടുന്നവർക്കും അത്യാവശ്യം കയറുന്നുണ്ട്. പക്ഷേ മറ്റേ ഈ ചലഞ്ചുകളൊക്കെ കൊടുക്കുന്നത് പോലെയൊന്നും ബാക്കിയുള്ളവർക്ക് ഫോളോവേഴ്സ് കയറുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പൊതുവായിട്ട് എല്ലാവർക്കും ഒരു സംശയം കാണും, നമ്മളിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്യാമറ മേടിച്ചത് എന്നുള്ളത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ കുറേ ഇങ്ങനെ ജോലിക്കൊക്കെ പോയിട്ട് മെയിനായിട്ട് ലോഡിങ്ങിനാണ് ഞാൻ പോകുന്നത്. അഗസ്ത്യ റോഡൻ ട്രക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോകുന്ന ലോഡിങ്ങിനാണ് പോകുന്നത്. പിന്നെ അങ്ങനെ കൂട്ടി പൈസകളൊക്കെ വെച്ചു. അങ്ങനെ പൈസകളൊക്കെ വെച്ച് കുറച്ച് പൈസ വെച്ച് നമ്മളങ്ങനെ ഗോപ്രോ എടുത്തു. അങ്ങനെയാണ് നമ്മൾ ഗോപ്രോ എടുത്തത്. പിന്നെ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് എടുത്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും ഇല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, കൃത്യമായിട്ട് പറയാം. ഞാൻ ഈ സർജറി കഴിഞ്ഞിട്ട് 2 മാസം ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പം അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. നമ്മളൊരു കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ എന്താണ്, കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടും. അതുപോലെ തന്നെയാണ് യൂട്യൂബും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് യൂട്യൂബിനകത്ത് നിന്ന് പൈസ കിട്ടുന്നത്. അപ്പോൾ നമ്മളെ കണ്ടൻറ്റ് എന്ന് പറയുമ്പം ഈ കുടുംബ വഴക്കും അല്ലെങ്കിൽ കുടുംബ കണ്ടൻറ്റൊന്നുമല്ല, മാക്സിമം ഉൾവനങ്ങളിലോട്ടുള്ള ഗ്രാമങ്ങളും പിന്നെ വനത്തിലെ കാഴ്ചകളൊക്കെ പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ കണ്ടൻറ്റായിട്ട് എടുക്കുന്നത്. കുടുംബ വഴക്കും കുടുംബ കലഹമൊക്കെ ഇട്ട് വീഡിയോസ് ഇടുകയാണെങ്കിൽ എനിക്ക് കുറേ റീച്ച് കിട്ടുമെന്ന്. പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെ ഞാൻ പോയിക്കൂടെ എന്നില്ല. റീച്ച് കുറവാണെങ്കിൽ എല്ലാവർക്കും റീച്ചാണ് മെയിൻ. റീച്ച് കിട്ടുന്ന കണ്ടൻറ്റുകളിലോട്ട് എല്ലാവരും മാറിപ്പോവും. അത് ഞാൻ പണ്ട് ട്രാവൽ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പം ലൈഫ് സ്റ്റൈലും ഈ ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഫാമിലി വ്ളോഗായിട്ട് എനിക്കും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പ്രശ്നങ്ങൾ കാണും. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ വീട്ടിലും പ്രശ്നങ്ങൾ കാണും. അപ്പം വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എടുത്ത് പബ്ലിക്കിൻ്റെ മുമ്പിൽ എടുത്തിട്ട് റീച്ച് ആക്കാം, അങ്ങനെയൊന്നും എനിക്കൊരു താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത വീഡിയോസുകളൊക്കെ ഫാമിലി കണ്ടൻറ്റുകളായിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ചാനലിനകത്ത് വീട്ടിലെ വീഡിയോസൊക്കെ ഇടുമ്പോഴും അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ റവന്യൂ ഉണ്ടെന്നും അല്ല കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് കിട്ടിയ റവന്യൂ വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തപ്പോൾ ഞാനൊരു പയ്യനെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്നുകൾ, മെഡിസിന്, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര കൂലി, റൂമിൻ്റെ വാടക. അപ്പോൾ അതങ്ങനെയെല്ലാം ഞാൻ ചെയ്തത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേ ഞാൻ സർജറി ചെയ്ത ക്ലിനിക്കിലെ കാര്യം എല്ലാം എനിക്ക് ഫ്രീ ആണ്. പക്ഷേ എൻ്റെ യാത്ര കൂലിയൊന്നും ആ ഒരു സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. വേറെ ഫണ്ടൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. പക്ഷേ എങ്ങനെയോ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് ആ ഒരു സമയമായപ്പോൾ തന്നെ റവന്യൂ വന്നു. അപ്പോൾ ഞാൻ ആ ഒരു ക്ലിനിക്കിൽ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ റവന്യൂ വന്നു. അപ്പോൾ അതിൽ കുറച്ച് പൈസ അങ്ങനെ ചിലവായി. പിന്നെ ഇരുന്നപ്പോൾ എൻ്റെ ഫോൺ കുറച്ച് കംപ്ലൈൻ്റ് ആയി. പിന്നെ ഞാൻ വേറൊരു കുറച്ചും കൂടെ സ്റ്റോറേജ് കൂടിയൊരു ഫോൺ ഞാൻ മേടിച്ചു. OnePlusൻ്റെ ഒരു ഫോൺ ഞാൻ മേടിച്ചു. OnePlus 70 എന്ന് പറഞ്ഞാൽ പഴയ മോഡലാണ്, സെക്കൻഡ് ഹാൻഡാണ്. ഒരു 10,000 രൂപ കൊടുത്ത് ആ ഒരു ഫോൺ മേടിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നാക്കി സെറ്റായിക്കൊണ്ട് വരികയാണ്. പിന്നെ അടുത്ത് പറയേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കിപ്പം എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഇങ്ങനെ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇങ്ങനെ കയറി വരുമ്പോൾ പെട്ടെന്ന് അതിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരും. അങ്ങനെ നെഗറ്റീവുകൾ വരുമ്പം പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകും. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്തൊരു സിറ്റുവേഷനാകും. അപ്പോൾ അങ്ങനെ കൂടുതൽ സന്തോഷം വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ പിന്നെ അത് അധികം താമസിക്കാതെ തന്നെ അത് എനിക്ക് വേറെ എന്തെങ്കിലും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിൽ കൂടെ വേറൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, ഒന്നുകിൽ നമ്മുടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പണിയോ അങ്ങനെയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. പിന്നെ ഒന്നുകിൽ റീച്ചിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. പിന്നെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങൾ വരും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. കൈസ് അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പക്ഷേ വീഡിയോസിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു വീഡിയോസിനെ എത്രത്തോളം മനോഹരമാക്കിയിട്ട് എടുക്കാൻ പറ്റും അത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എടുക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ആ ഒരു സമയം വീഡിയോസ് എടുക്കുന്ന സമയം മൊത്തം നമ്മൾ കോൺസെൻട്രേഷൻ മൊത്തം നമ്മൾ ആ ഒരു വ്ളോഗിനകത്തായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സംഖ്യയിലോട്ടൊക്കെ നമ്മൾ എത്തിയത്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കണില്ല. ക്യാമറയുടെ റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. അങ്ങനെ പഴയതുപോലെ തന്നെ ഗോപ്രോൻ്റെ കൂടിനൊന്നും മാറ്റമില്ല, കവറിനൊന്നും മാറ്റമില്ല. പഴയതും ഒരു കറുത്ത കവർ തന്നെയായിരുന്നു. ഇപ്പോഴും കറുത്ത കൂട് തന്നെയാണ് ഗോപ്രോ തരുന്നത്. അപ്പോൾ ഗൈസ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഈ സൈഡിലൊക്കെ അപ്പുറത്ത് കുറച്ച് വരിക്കപ്പിലാ ഉണ്ടായിരുന്നു, കുരങ്ങൻ ശല്യം. ഇപ്പം ഞാൻ മറ്റേ വില്ലെടുത്തിട്ട് ചൂണ്ടിയതാണ് അവിടെ നിന്ന് പോയി. ഇപ്പോൾ എൻ്റെ പിറകിൽ ഈ സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും നമുക്ക് എല്ലാവർക്കും. നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നമ്മൾ മുന്നോട്ട് പോവുക.
പിന്നെ നമ്മൾ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടും. ഞാൻ തന്നെ തുടക്കത്തിൽ വീഡിയോസൊക്കെ ഇടുമ്പം തന്നെ എനിക്ക് 10ഉം 12ഉം വ്യൂസൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ എനിക്ക് 10, 20K അല്ലെങ്കിൽ 50K വ്യൂസൊന്നും ഒരു വീഡിയോയ്ക്കുള്ളിൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. ഞാൻ എഫേർട്ട് എടുത്ത് വീഡിയോസ് എടുത്ത് ഒന്നിനും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് അപ്പുറം നമ്മളെ ഏറ്റവും കൂടുതലും പരിഹസിക്കുന്നവരും കുറ്റം പറയുന്നവരുമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ ചാനലിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതമായിട്ട് എൻ്റെ വീഡിയോസ് കണ്ടു വന്നവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ശതമാനം എന്നെ അറിയുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് എൻ്റെ വീഡിയോസും കാണുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലവർക്കത് ഇഷ്ടപ്പെടാതെ വരും. അങ്ങനെ ഉള്ളവർ മാക്സിമം നമ്മളെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ചെയ്യാനായിട്ടൊരു പ്ലാനുള്ള കാര്യങ്ങൾ, അതെന്തൊക്കെയായാലും നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ ഒരു റിസൾട്ട് വരും. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം ഞാനും അങ്ങനെ ഒരു ക്യാമറ മേടിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചതൊന്നുമല്ല എനിക്ക് സ്വന്തമായിട്ട് ഈ കാണുന്നൊരു GoPro എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല ഈ കാണുന്ന GoPro Hero 13 പോലുള്ളൊരു ഗാഡ്ജറ്റ്. അപ്പോൾ എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരന് ഈ ഒരു GoPro Hero 13 പോലുള്ളൊരു സാധനം, ഒരു ഗാഡ്ജറ്റ് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ താമസിക്കുന്നതെന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഉൾവനത്തിലാണ്. ഈ ഉൾവനത്തിലുള്ള എനിക്ക് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സാധനം മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും നല്ല കാര്യങ്ങൾ, ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ മോട്ടിവേഷനായിട്ട് പറയുന്നതല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു പറയുകയാണ്. ചില കാര്യങ്ങളുടെയൊക്കെ പിറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ആർക്കും വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ മാറ്റി നിർത്തരുത്. പിന്നെ നമുക്ക് അത്രത്തോളം പ്രാധാന്യം കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് പരിഗണനയുണ്ട്, അത് കൊടുക്കുക. അതല്ലാതെ നമ്മളെ വേണ്ടാത്തവരെ പുറകെ പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള ഈ പ്രണയം അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ പിറകെ പോയിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ സമയം കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചത് അതാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വ്ളോഗുകൾ നമ്മുടെ GoProയ്ക്കകത്ത് തന്നെ തുടരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് മുമ്പ് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് പാറ്റാമ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ നമ്മളൊരു മൂട്ടിപ്പഴം പറിക്കാൻ പോകുന്നൊരു വീഡിയോ. അപ്പോൾ ഈ 2 വീഡിയോസിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് GoProയുടെ Hero 13 ആണ്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് കാണാത്തവർക്കായിട്ട് ഈ വീഡിയോയുടെ ചാനൽ സെക്ഷൻ കയറിയിട്ടിട്ട് ബാക്കിലോട്ട് നോക്കിയാൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളിട്ട 2 വീഡിയോസൊക്കെ ഉണ്ട്. ആ വീഡിയോസ് കയറി കണ്ടാൽ മതി. അപ്പോൾ മനസ്സിലാവും GoProയുടെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ സാധ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ക്യാമറയുടെ റിവ്യൂ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞങ്ങനെ ബോറാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി മാക്സിമം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വേറെ കാര്യങ്ങൾ പറയാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഹെയറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം നമ്മൾ അടുത്തെന്തായാലും ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ബൈ സുഹൃത്തുക്കളെ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ GoPro നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. നമ്മൾ ഇനിയും നല്ല വീഡിയോസ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. മാക്സിമം വീഡിയോസ് കണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ സുഹൃത്തുക്കളെ.